ദിലീപിന്റെ ശബരിമല ദർശനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഹൈക്കോടതിയിൽ ഹാജരാക്കി. സോപാനത്തിൽ ഭക്തരുടെ ദർശനത്തിന് തടസ്സമുണ്ടാകരുത്, കുട്ടികൾ, പ്രായമായവർ തുടങ്ങിയവർക്ക് പ്രത്യേക പരിഗണന നൽകണം. ഇക്കാര്യം പോലീസും ദേവസ്വം ബോർഡും ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കഴിഞ്ഞ ദിവസമാണ് നടൻ ദിലീപ് സന്നിധാനത്ത് ദർശനം നടത്തിയത്. ഇത് VIP ദർശനമായി ഹൈക്കോടതി നിരീക്ഷിക്കുകയും അതേ തുടർന്ന് അവിടുത്തെ ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങൾ കോടതിയിൽ ഇന്ന് ഹാജരാക്കുകയും ചെയ്തു. കോടതി പറഞ്ഞത് മറ്റുള്ള ഭക്തർക്ക് VIP ദർശനം അവിടെ അനുവദിക്കുന്നതല്ല, അത്തരത്തിലുള്ള ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും അവിടെ ദർശനം നടത്തുന്നവർക്ക് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവരുത്, പ്രത്യേകിച്ചും പ്രായമായവർക്കും കുട്ടികൾക്കും കൃത്യമായ ദർശനം ഉറപ്പാക്കണം, അവർക്ക് ഒരു പരിഗണന നൽകണമെന്നുള്ള കാര്യവും കോടതി പറയുകയാണല്ലോ രേഷ്മ ബാബു. വിനോദ്, ഈ ദിലീപ് കഴിഞ്ഞ ദിവസം ശബരിമലയിൽ VIP ദർശനം നടത്തിയ സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധ ഇടപെടുകയും ദേവസ്വം ബോർഡിനോടും അതോടൊപ്പം തന്നെ പോലീസ് ചീഫ് കോർഡിനേറ്ററോടും വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ന് ഈ കേസ് പരിഗണിച്ച സമയത്ത് ഈ CCTV ദൃശ്യങ്ങൾ നിലവിൽ പോലീസ് ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ആ സമയത്ത് ഹൈക്കോടതി ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ദിലീപ് നിന്നതുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാനായില്ല എന്നാണ് ഹൈക്കോടതി വിമർശനം നടത്തിയിരുന്നത്. എത്ര സമയം ദിലീപ് ഹരിവരാസനം സമയത്ത് സോപാനത്തിൽ തുടർന്നു എന്നുള്ള ഒരു ചോദ്യവും ഹൈക്കോടതി ഉന്നയിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കണമെന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നതാണ്. പക്ഷേ ദിലീപ് നിന്ന സമയത്ത് കുട്ടികൾക്കും പ്രായമായവർക്കും മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നുള്ളതും ഹൈക്കോടതി കണ്ടെത്തി. ഒപ്പം തന്നെ നിലവിൽ ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സോപാനത്തിന് മുന്നിൽ വരുമ്പോൾ കുട്ടികൾക്ക് ശരിയായ ദർശനം ലഭിക്കണം. പ്രായമായവരും ഒപ്പം തന്നെ കുട്ടികളും ഒപ്പം തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ വരുമ്പോഴും അവർക്ക് വേണ്ടത്ര പരിഗണന നൽകാനായിട്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പോലീസും കൃത്യമായിട്ടുള്ള ശ്രദ്ധ പുലർത്തണം. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ ഹൈക്കോടതി പരിശോധിച്ചുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ദേവസ്വം ബോർഡ് നിലവിൽ തിങ്കളാഴ്ചക്കകം വിശദമായിട്ടുള്ള സത്യവാങ്മൂലം ഈ വിഷയത്തിൽ നൽകാമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിഷയം തിങ്കളാഴ്ചത്തേക്ക് ഹൈക്കോടതി മാറ്റിയിരിക്കുകയാണ്. VIP പരിഗണന യാതൊരു ഘട്ടത്തിലും നൽകാൻ സാധിക്കില്ല എന്നുള്ളത് ഹൈക്കോടതി നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. മുൻകാല ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ദിലീപിന്റെ വിഷയത്തിൽ പ്രതികരിച്ചത്. തീർച്ചയായും നടൻ ദിലീപ് കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് നടത്തിയത് VIP ദർശനമാണ്. അതേ തുടർന്നാണ് ഹൈക്കോടതി CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടത്. CCTV ദൃശ്യങ്ങൾ ദേവസ്വം ബോർഡ് ഹാജരാക്കി. അവിടെ പ്രായമായവർക്കും കുട്ടികൾക്കും തൊഴാനായി പ്രത്യേക പരിഗണന നൽകണം, VIP ദർശനം അനുവദിക്കാൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി നിരീക്ഷിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.